அம்பத்தூர் போங்க. மணி எப்படி? மணி 10 ஆச்சு. சீக்கிரம் போங்க, சமயமாச்சு. எத்தனை ஆச்சு? 15 ரூபாய். സോറി മിസ്റ്റർ കുമാർ, യു ആർ വെരി ലേറ്റ്. സാർ, മിസ്റ്റർ ചന്ദ്രശേഖരൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ 1 hour വെയിറ്റ് ചെയ്തു. ട്രെയിൻ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് ആ സമയത്തിന് എത്താൻ കഴിയാഞ്ഞത്. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. വേക്കൻസി ഉണ്ടാകുമ്പോൾ അറിയിക്കാം. നമസ്കാരം. என்னம்மா நாளைக்கு போலாம் கண்டிப்பா சினிமா பார்க்க தானே நாளைக்கு போலாம் நான் தானேம்மா நேரத்துக்கு வரும்னு சொன்னேன் ஏன் வரல നമ്മളെ കായ എടുക്ക നാളെ തരാം മമ്മദക്ക
എത്ര നാളെയായി? ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് നമ്മളെ കാര്യം തന്നില്ലെങ്കിൽ ഭാര്യയിൽ അടിച്ച് നമ്മൾ നിരപ്പാക്കും. എനിക്കിതുവരെ പണിയൊന്നും ആയിട്ടില്ല. സാറിന് പഠിപ്പുണ്ടെന്ന് വെച്ചാൽ ആരും പണിയും ബെഞ്ചിനെടുത്ത് കൊണ്ടു തരില്ല. പോയി അന്വേഷിക്ക്, അല്ലെ ചുമടെടുക്ക്. ആ ഇതാരും പിയാപ്പിളെ പീ കിട്ടിയോ? ഒരു ചൂടുള്ള ചായ കുടിച്ചോളി. സാർ തീപ്പെട്ടി ഉക്കാന്തിരിക്കാരാ? എന്തിനു ബുദ്ധിമുട്ടുന്നു? മലയാളത്തിൽ പറഞ്ഞാ പോരെ. ഒരു കുറ്റിയേ ഉള്ളൂ. ആ ആശയം പോയി. ഒന്നും ശരിയായില്ല അല്ലേ? ഒന്നും കിട്ടിയില്ല മമ്മദിക്ക. ഇതാരാണപ്പ ഒരു പുതിയ ആള്? നാട്ടിന്ന് കുറ്റിയും പിരിച്ചു പോകുന്നതാവും സിനിമയിൽ അഭിനയിക്കാൻ. കുടിക്ക്. മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ആ ഇത് കിടപ്പറയല്ല, പൂന്തോട്ടാ. ആ ചായ കൊണ്ട് കൊടുത്തേക്ക് മമ്മദിക്ക. ചൂടുണ്ട് പറയാ. ആ നമ്മളെ കായടിക്ക്. എന്റെ ആകെ 20 പൈസയേ ഉള്ളൂ. 20 പൈസ കയ്യിൽ വെച്ചോണ്ടാണോ ഈ 2 ചായ വാങ്ങിയത്? ഞാൻ ഒരു ചായയല്ലേ കുടിച്ചുള്ളൂ. ഒന്ന് താൻ എന്റെ പുറത്ത് തട്ടിയിട്ടില്ലേ? സത്യമായിട്ടും എന്റെ പൈസ ഇല്ല. ആ അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കായെടുക്ക്. കൈ സ്വർണ്ണമോതിരം ഉണ്ടല്ലോ, അതങ്ങ് ഊരിക്കൊടു. വേണ്ട സുഖു. മമ്മദിക്ക, ആ ചായയുടെ പൈസ ഞാൻ തന്നേക്കാം. മോതിരം വിൽക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചതാ. കട്ടുകൊണ്ട് വന്നാണെന്നും പറഞ്ഞ് അവരെന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതൊന്ന് വിറ്റ് തന്നാൽ വലിയ ഉപകാരമായി. എനിക്ക് നാട്ടിലേക്കും പോവാം. ഇതാ. ആ എന്നാൽ നിങ്ങൾ 3 ആളും വരി, ഞമ്മളിത് വിറ്റുതരാം. ഇന്ന് മോതിരം വിറ്റാല് ഒരു 300 ഉറുപ്പെങ്കിലും കിട്ടും. ആ എന്നാലേ നിങ്ങൾ 3 ആളും വണ്ടി കയറാൻ ഒരുങ്ങിക്കോളി. ശരി. 3 പേരാക്കണ്ട, 2 പേര് മതി. ഞാൻ വണ്ടി കയറി തന്നെയാ വന്നത്. ഇപ്പൊ തിരിച്ചു കയറാൻ ഉദ്ദേശവും ഇല്ല. അപ്പോ എത്ര കാലം നിങ്ങൾ വന്നിട്ട്? 5-6 മാസമായി. നാലേ കോയാ, ഇക്കാലത്ത് ജോലി കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. 4-5 ജോലി നോക്കിയതാ. അല്ല എന്നിട്ടും നമുക്കും ഭൂമിയിൽ കാലുറച്ചില്ല. ആ അതെന്റെ സ്വഭാവ ഗുണം. ആഹാ അത് ശരി. അവന്മാര് പറയുന്ന എല്ലാ ജോലിയും ചെയ്യാനേ ഈ സുമാരനെ കിട്ടൂല. അതിന് വേറെ ആളെ നോക്കണം. അല്ല നിങ്ങളെ നാടെവിടാ? കേരളത്തിലാ. ആ അതെങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷ് കേട്ടപ്പോ ഞമ്മക്ക് മനസ്സിലായി. ഗുരുവായൂരിനടുത്ത. അല്ല ഞമ്മളൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അത്യാവശ്യത്തിന് MA വരെ. MA-കാരനല്ലേ? അതാണ് നിങ്ങൾക്ക് ഇത്ര ചൂട്. ആ പിന്നെ നിങ്ങൾ ഇവിടെ കുത്തിരിക്ക്, ഞമ്മളിപ്പോ വരാം. ശരി. ഇത്രയൊക്കെ പഠിച്ചിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടിയില്ലേ? എന്റെ പൊന്നാശാനെ, ഇവിടെ ജോലി കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഓഫീസിലും ജോലി ചെയ്യണം, ഓഫീസറുടെ വീട്ടിലും ജോലി ചെയ്യണം. ഇവിടെ ഒരു തരം നട്ടലില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റും. എനിക്കതുണ്ട്. അതാ എനിക്ക് പറ്റിയ കുഴപ്പം. ആട്ടെ, ആശാൻ ഇവിടെ എങ്ങനെ എത്തി? എനിക്കും ഒരു ജോലി കിട്ടിയതാ, പക്ഷെ ഇവിടെയല്ല, പെർഷ്യയില്. പേർഷ്യ എന്ന് പറഞ്ഞാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. അതെ അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവൻ അങ്ങ് കടന്നു കിട്ടിയാൽ ഈ പെൺകുട്ടികൾ രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്യുന്നത്. ഈ പറഞ്ഞ ജോലിക്ക് 6000 രൂപ ശമ്പളം കിട്ടും. എങ്കിൽ 4000 രൂപ ഞാൻ വീട്ടിലെത്തിക്കും. പക്ഷെ അവിടെ ചെലവ് കൂടുതലാണ്. വളരെ ചുരുക്കി ജീവിക്കണം, എന്നാലേ എല്ലാം നടക്കൂ. അത് ശരിയാണ് മോനെ. ഇവന്റെ പെങ്ങന്മാരുടെ നെല്ലിലെത്തിയാൽ ഇവൻ സ്വതന്ത്രനായി. എന്നാൽ ആ പണവും പാസ്പോർട്ടിങ് തരും. ഉള്ള കിടപ്പാടം വിറ്റിട്ടാണ് 20,000 രൂപ ഉണ്ടാക്കിയത്. വളരെ കഷ്ടപ്പെട്ട യവനെ BA വരെ പഠിപ്പിച്ചത്.
അത് അവന്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്ന് അവൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷിച്ചേനെ. ഒന്നും വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. NOC രാജൻ എന്ന് പറഞ്ഞ ഈ നാട് മുഴുവൻ അറിയും. പ്രേമം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഞാൻ തരുന്ന അഡ്രസ്സിൽ 8-ാം തീയതി മദ്രാസിൽ വരണം. കാരണം അന്ന് ഇന്ന് ബോംബെക്ക് കൊണ്ടതാ. ഞാനും കൂടെ വരും. വളരെ സന്തോഷം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് എന്റെ കുടുംബമല്ലേ, ഇതൊക്കെ ഒരു ഉപകാരമാണ്. എന്നാ ഞാൻ വരട്ടെ. ശരി. ഇനി മദിരാശിലേക്ക് പോകാനുള്ള കാശ് കൂടെ ഉണ്ടാക്കണം. നമ്മുടെ പശുവിനെ വിറ്റാലോ? വേണ്ട, എന്റെ മാല വിൽക്കാം. പശു അവിടെ നിൽക്കട്ടെ. മോളെ, ആകെയുള്ള മുതല അതും കൂടി വിറ്റാൽ? സാരമില്ല അച്ഛാ. ചേട്ടൻ ദുബായി പോയാൽ നമ്മുടെ എല്ലാ കഷ്ടവും തീരില്ലേ? എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ദുബായി കിട്ടാത്ത സാധനം നല്ല കടുമാങ്ങ അച്ചാർ. ഇത് നിനക്ക് വെറുതെ തരുന്നതല്ല, നീ വരുമ്പോ എനിക്കൊരു നല്ല മണക്കുന്ന സ്പ്രേ കൊണ്ടുവരണം. ഈ കത്ത് എന്റെ ജ്യേഷ്ഠന് കൊടുക്കണം. ശരി, നിനക്കൊന്നും വേണ്ടേ? ആ, പുറപ്പെട്ടോളൂ. അമ്മയെ നല്ലവണ്ണം മനസ്സിൽ വിചാരിക്കണം. അവൾക്ക് ഇത് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയത്. അങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി. ബാക്കി ഞാൻ പറയാം. നീ ഇവിടെ വന്ന് അയാൾ തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചു. അങ്ങനെ ഒരു അഡ്രസ് ഇല്ല, പാസ്പോർട്ടും ഇല്ല, 20,000 രൂപയും പോയി. അത് നമ്മുടെ നാട്ടിൽ സാധാരണ. ശരിയാണ്. നീ ഒരു കാര്യം ചെയ്യും, തിരിച്ച് നാട്ടിലേക്ക് പോകും. ആ പ്രശ്നമേ ഇല്ല. പ്രശ്നക്കാരൻ വന്നിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് കയറട്ടെ? താൻ ഇപ്പൊ നിൽക്കുന്നത് അകത്തോ പുറത്തോ? അത് ശരിയാ. നീട്ടിയാട്ടെ. എന്തോന്ന്? കൈ വേറെ ആളെ നോക്ക്, അതിന് സുഖനെ കിട്ടില്ല. സാറിന്റെ കൈ നോക്കി ഞാൻ 2 ലക്ഷണം പറയാം. എല്ലാം അവലക്ഷണമായി കിടക്കുകയാണ് എന്റെ പൊന്നെ. ഞാൻ നല്ലതേ പറയൂ. മുഖം നോക്കി ലക്ഷണം പറയാം. ശിഷ്യ, എന്തോ എന്നെ ഇൻട്രൊഡ്യൂസ് പള്ളിയ. പന്നാച്ചേ, ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു. എന്റെ കൈയൊന്ന് നോക്കാം. ആയിക്കളയാം. നാളെന്താ? മൂലം. മാസം? കന്നി. കന്നിയിൽ മൂലം. മൂലങ്ങൾ 2 വിധം. ഛേ, ശല്യമായല്ലോ. രണ്ടും കൂടി പുറത്തേക്ക് പോയട്ടെ. ശരി, പോകാം. അല്ല, നിങ്ങൾ 3 ആൾ ഇവിടെ കുത്തിരിക്കുക? എടാ, നിനക്ക് ചോറ് വെക്കാൻ അറിയില്ലേ? ഇല്ല, എനിക്കറിയാം. വെപ്പ് പണിയായിരുന്നു നാട്ടില്. ഈ ഡ്രൈവർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ഡ്രൈവർ കം വെപ്പ്. എന്റെ മോതിരം ഈ എന്നെ കയ്യിൽ വെച്ചോ. അത് പോയിക്കോണ്ട. 3 ആൾ നാടും വീടും വിട്ട് പോന്നതല്ലേ. എന്തെങ്കിലും ഒരു പണിയാകുന്നവരെ ആഹാരം ഞമ്മള് തരാം. പിന്നെ നിങ്ങൾ 3 ആളും പോയി കുളിച്ചിട്ട് വരി. അപ്പോഴേക്ക് ഞമ്മൾ ചോറ് കാലാക്കട്ടെ. എണീക്കടോ. എല്ലാത്തിനും തർക്കത്തിനും പറഞ്ഞോ. അമ്മ എന്തിന് ഈ കാലത്ത് തന്നെ ഇങ്ങനെ വഴക്കൂടുന്നേ? എത്ര കാലം നീ സമ്പാദിച്ചുകൊണ്ടേന്ന് ഇങ്ങനെ ജീവിക്കും? അതാ ഞാൻ പറയുന്നത്. അവനും വേണ്ട ഒരു വീടും കുടുംബം ഒക്കെ. ഒരു വീട്, ഒരു കുടുംബം. അതായത് എന്നാ ഇത് കയ്യിൽ വെച്ചോ. എല്ലാരും പോയി എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് വേണ്ട ഞമ്മൾ ഇവിടെ ഉണ്ടാക്കി വെക്കാം. പിന്നെ ഒരു കാര്യം, ഏത് ജോലി ആദ്യം കിട്ടുന്നോ അത് സ്വീകരിക്കാം. അതാണ് ബുദ്ധി. കഷ്ടപ്പെടുന്നവർക്ക് ജീവിതത്തിൽ വരാൻ കഴിയും. നമ്മൾ പറയേണ്ടത് മനസ്സിലാകണ്ട. ശരി. എന്നാ പോയിക്കോളി. പിന്നെ ഇത് പട്ടണാളെ കായ് പോയി പോണ്ട. സോറി സാർ. അല്ലടാ പോറി, എന്റെ അവസാനത്തെ പോക്കാനുണ്ടാവും. സുഖു, എന്റെ കാശവൻ മോഷ്ടിച്ചു. നിക്കട അവിടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം. അങ്ങനെ നീ പോണ്ട. ആ രൂപ ഇങ്ങെടുക്ക. ഏത് രൂപ? അവൻ പോക്കറ്റ് അടിച്ചതാ. അയ്യോ, പോക്കറ്റ് അടിച്ചോടാ റാസ്കൽ. അയ്യോ, വേണ്ട സു, അവൻ അടിക്കണ്ട. സാർ, ജീവിക്കാൻ വഴിയില്ലാതെ ചെയ്താണ് സാർ. എന്നെ അടിക്കരുത് സാർ. ഞങ്ങളും ജോലിയിലാണ് കഷ്ടപ്പെടുന്നവരാ. ഞങ്ങൾ ആരുടെയും പോക്കറ്റ് അടിക്കാൻ പോകുന്നില്ലല്ലോ. മേലെ ഞാൻ ഈ പണി ചെയ്യില്ല സാർ. അവൻ പൊയ്ക്കോട്ടെ സു. നിന്റെ സൈക്കിൾ. ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അലവലാദികൾ.
കയ്യിലിരിക്കട്ടെ. ഇനി ശങ്കരാടി ശങ്കുണ്ണി മേനോനാ ചതുരംഗ ചക്രവർത്തി. മനസ്സ് ഒരു നിമ്മതിയില്ലേ? എൻ തലയിലെടുത്ത് ഇന്ദമാതിരി ഒരു പുരുഷനെ കല്യാണം കഴിച്ചത്. എപ്പോ നോക്കിയാലും ചതുരംഗം ചതുരംഗം ചതുരംഗം. അമ്മ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലേ? ഇന്ദമാതിരി വരും എനിക്കില്ലേ? മോർണിംഗ് ടു ഈവനിങ് സദാസമയം പ്ലേയിങ് പ്ലേയിങ് പ്ലേയിങ്. ശർമ്മയുടെ മാരേജ് ഉടനെ നടത്തണം. നമ്മുടെ ജനു അവൾക്ക് വേണ്ടി വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്. അറിയുമോ? അങ്ങനെ വെയിറ്റിംഗിലായ പറ്റും. സ്റ്റോപ്പ് ചെയ്യുന്നു ഇല്ലയോ? ഈ ദുർഗമ്മ പറയുന്നത് അനുസരിക്കുന്നതാണ് ബുദ്ധി. അവൻ എന്റെ ബ്രദറിന്റെ സണ്ണാണ്. അതെനിക്കറിയാം, 1000 പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അവൻ നമ്മുടെ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ അല്ലേ? വാ. അതും ശരിയാ. നോ നോ നോ, ഈ മാരേജിനെ പറ്റി ഇപ്പൊ ഡിസൈഡ് ചെയ്യണം. ഈ കാലത്ത് അച്ഛനമ്മമാരുടെ ഇഷ്ടമായിരിക്കില്ല മക്കളുടെ ഇഷ്ടം. അതുകൊണ്ട് അവൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ അവൾ കണ്ടുപിടിക്കട്ടെ. നമുക്ക് പറ്റിയ ഒരു അബദ്ധം അവൾക്ക് പറ്റാതിരിക്കട്ടെ. ഹസ്ബൻഡ് നാശമായില്ല. അത് നിന്റെ അമ്മയോട് ചോദിക്കും. ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഇപ്പൊ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ശർമ്മളയാണ്. അവളകത്തുണ്ട്. ഒരു ഉപ്പ് വേണമായിരുന്നു. എന്നാ ജനാർദ്ദന ഒരു ക്ഷീണം? വഴി എന്നെ ഇൻസൾട്ട് ചെയ്തമായി. ആര്? ശർമ്മളയോ? അത് നിന്റെ കുറ്റമാ. യു സി, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മ കമ്പനിയിൽ വേല വാങ്ങി തന്ന എന്തിനാണെന്ന് അറിയാമോ? യു നോ? അറിയാം, പക്ഷെ അവർക്കെന്നെ തീരെ ഇഷ്ടമല്ലല്ലോ. എന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ വീണുപോയ ആളാണ് എന്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മൾ ഇന്ന് സുഖമായി ജീവിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മായി തന്നെ പറ. നീ അമ്മാവനെ പോലെ യൂസ്ലെസ് ആവരുത്. വാ കിട്ടവാ. ഒരു കാര്യം പറയാം. എങ്ങനെ? നല്ല ഐഡിയ. അതുപോലെ ചെയ്യാം. പറഞ്ഞതുപോലെ ഞാൻ കൃത്യസമയത്ത് എത്തിക്കൊള്ളാം. തീർച്ചയായും ഫലമിത്തോളം നിനക്ക് അനുകൂലമായിരിക്കും. അതിനല്ലേ കഷ്ടപ്പെട്ട് പണിയൊക്കെ ചെയ്യുന്നത്. എന്തായാലും നിന്റെ അമ്മായിയെ സമ്മതിക്കണം. രാമു, ഇങ്ങോട്ട് മാറും. ശർമ്മയിലെ ക്ലബിൽ നിന്ന് വരുമ്പോ നീയും നമ്മുടെ ആൾക്കാർ ചേർന്ന് അവളെ തടയണം. അപ്പൊ ഞാൻ ബൈക്ക് വന്ന് അവളെ രക്ഷിക്കുന്നതായി ഭാവിക്കും. കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് അവൾക്ക് തോന്നരുത്. പോരെ? പിന്നെ ഞാൻ എന്റെ അടിയോ ചവിട്ടോ തന്നിരിക്കും. തിരിച്ച് എന്നെ ഒന്നും ചെയ്തേക്കരുത്. വെരി ഗുഡ്. ഇരിക്കൂ. നിങ്ങള് ഈ വേക്കൻസിയിൽ അപ്പോയിന്റ് ചെയ്യാം. താങ്ക് യു സർ. 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം. അതിലും കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ആൾക്കാരുണ്ട് മിസ്റ്റർ. സർ,
BA വരെ പഠിച്ചത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇനി 10,000 രൂപ പോയിട്ട് 10 പൈസ പോലും ചിലവാക്കാൻ എന്റെ കുടുംബത്തിലില്ല. കഷ്ടപ്പാടുകളൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. സർ പ്ലീസ്. സാറേ, കൂടുതൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. അങ്ങിഷ്ട ഭോജന സൗഖ്യം എവിടെ ചെന്നാലും ഭക്ഷണം കിട്ടും. കിട്ടിയില്ലെങ്കിൽ ചോദിച്ച് വാങ്ങും. ഇരിക്കട്ടെ, കാശ് കൊടു, കാശ് കൊടു. അത് വേണ്ട, എന്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ, നീ അവിടെ ഇരുന്നാ മതി. ആ, എങ്ങോട്ടാ? പതിവ് പരിപാടി, ജോലി അന്വേഷിച്ചിറങ്ങിയത്. ഓ, ജോലി അന്വേഷിച്ചിറങ്ങേ. ജോലി നമ്മളെ തെടിഞ്ഞോട്ട് വരണം. അതെങ്ങനെ? ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാൻ ശരിയാക്കി തരില്ലേ? ശിക്ഷ എന്തോ അങ്ങനെയല്ലേ? അതെ ഏതേ ഓടാറുന്നു. നാളെന്താ? പേരെന്താ? കുമാർ. കുമാർ. കുമാര? കുമാരനറിയാമോ? ഞാനും ഇവിടുത്തെ മിനിസ്റ്ററും 4ാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചതാ. അതിനുശേഷം ആശാൻ പഠിച്ചിട്ടേ ഇല്ല. അതെ. ഞാൻ പോട്ടെ. നിക്ക് ജോലിക്കാരിയല്ലേ, ഞാൻ ശരിയാക്കി തരാം. ശിക്ഷ എന്തോ വരുന്നവരെ നോക്കിക്കൊള്ളണം. ശരി ആശാൻ. അല്ലേ പ്രൊഫസർ? ആ, രാത്രിയിൽ ക്യാമ്പിൽ വരാം. വരൂ വരൂ. മാളവ്യ ചിത്രജന, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, എന്റെ ഫ്രണ്ടാ. ഞാൻ വന്നപ്പോ അങ്ങനെ വെത്തണില്ല, ഞാൻ പോവാ. ചോറൊന്നുമില്ല, കഞ്ഞാ. എന്ത് പറ്റി? വാ. എന്ത് പറ്റി? അവനെ എന്നെ കുറെ നാളായി ശല്യപ്പെടുത്തുന്നു. അവന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കണമെന്ന്. അതിനാണോ തല്ലിയത്? ആയതില് അങ്ങേര് അല്ല, എനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞ് അവനെന്നെ തല്ലാൻ വന്നു, അത്രേ ഉള്ളൂ. വാ, നമുക്ക് വേറെ ജോലി അന്വേഷിക്കാം. വാ. വേണ്ട. ഞാനല്ലേ വിളിക്കുന്നത്, വരാൻ. എന്തൊരു കഷ്ടമാണ്, നോക്കി നടക്കുന്നില്ല. ഞാൻ ഒന്ന് തരണോ ഇനി? പ്രേം പ്രേം വരൂ പ്രേം. ചിലപ്പോ കൂടെ കോളേജിൽ പഠിച്ച വല്ല പെണ്ണുമായിരിക്കും. എന്റെ പ്രേം, പ്രേം നിങ്ങൾ വന്നുവല്ലോ. ഐ എം സോ ഹാപ്പി. വരൂ, അകത്തേക്ക് വരൂ, വരൂ. അമ്മേ, എന്റെ പ്രേം വന്നു. ഇരിക്കൂ. മോള് പോയി കാപ്പി കൊണ്ടുവരൂ. കാപ്പി ഉണ്ടേ? ആ പോയത് എന്റെ മകളാണ്. അവളെ നിങ്ങൾ നേരത്തെ അറിയുമോ? ഇല്ല. അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു നല്ല പെൺകുട്ടി. അവൾക്ക് ഭ്രാന്താണ്. പ്രേം, സ്വപ്നെ, സ്വപ്നെ, നീ എന്നെ പിരിയൂ. നീ ഇസബല്ലയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവൾ വിശ്വസുന്ദരിയായിരുന്നു. ലോറൻസോ അവളെ ജീവന തുല്യം സ്നേഹിച്ചു. പക്ഷേ ജെയിംസ് എന്ന ക്രൂരൻ ലോറൻസെ കൊന്നു. പാവം ഇസബല്ല. അവൾ കരഞ്ഞു. അവസാനം അവൾ ഒരു ഭ്രാന്തിയായി മാറി. നമ്മുടെ ബന്ധം അങ്ങനെ തകരരുത്. നീ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എന്റെ പ്രേം, നിങ്ങൾ എന്റെ ജീവനാണ്. ഒരു സന്ധ്യയുടെ സൗന്ദര്യമുണ്ട് നിനക്ക്. കുങ്കുമം വിൽക്കുന്ന
സന്ധ്യേ തമിഴകത്തെത്തിയ മങ്കേ തെന്നൽ മയങ്ങും മണലോരങ്ങളിൽ നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ എന്തു രസം. കുങ്കുമം വിൽക്കുന്ന സന്ധ്യേ നിന്റെ വാർമുടി പോലെ വംഗസമുദ്രം ഇളകുന്നു, നിന്റെ വാർമുടി പോലെ വംഗസമുദ്രം ഇളകുന്നു. നിന്റെ ശ്വാസലയങ്ങൾ എന്റെ ഉള്ളിൽ നിറയുന്നു. ഒന്നാകും നമ്മളൊന്നാകും ഈ വർണ്ണമഞ്ജരിയിൽ, വർണ്ണമഞ്ജരിയിൽ. കുങ്കുമം വിൽക്കുന്ന സന്ധ്യേ തമിഴകത്തെത്തിയ മങ്കേ തെന്നൽ മയങ്ങും മണലോരങ്ങളിൽ നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ എന്തു രസം. നിന്റെ തിരുക്കുറൽ കേട്ടു, നീയിടും കോലങ്ങൾ കണ്ടു, നിന്റെ തിരുക്കുറൽ കേട്ടു, നീയിടും കോലങ്ങൾ കണ്ടു. നിന്റെ ആകാശലിയിൽ എന്റെ സ്വപ്നം വിടരുന്നു. ഒന്നാകും നമ്മളൊന്നാകും ഈ ആർദ്രനീലിമയിൽ, ആർദ്രനീലിമയിൽ. കുങ്കുമം വിൽക്കുന്ന സന്ധ്യേ തമിഴകത്തെത്തിയ മങ്കേ തെന്നൽ മയങ്ങും മണലോരങ്ങളിൽ നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ എന്തു രസം. നോ നോ നോ, അധികം താമസിക്കണ്ട. സ്വപ്നയുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണോ ശാർമയുടെ കല്യാണം നടത്താൻ. എന്നോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? എല്ലാം ചേട്ടന്റെയും ചേട്ടത്തിയുടെയും ഇഷ്ടം പോലെ. അമ്മേ, എനിക്ക് ഹോസ്റ്റലിൽ പോകാൻ നേരമായി. നാളെ പോയിക്കോ. കാർ എടുത്തു. ഞാൻ കാറിൽ പോകുന്നില്ല. ഐ നോ പ്രേമന്റെ കൂടെ സ്കൂട്ടറിന്റെ ബാക്കിൽ ഇരുന്ന് പോകാനില്ലേ? അയ്യോ, ഞാൻ വേറെ റൂട്ടിലാണ് പോകുന്നത്. അമ്മേ, ഈ പ്രേമിനോട് പറയൂ എന്നെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാൻ. നീ തന്നെ പറ പ്രേം, പ്ലീസ്. സാരമല്ല പ്രേം, നാണിക്കണ്ട, പൊയ്ക്കോ. ആ കയറൂ. ഓക്കെ. ബൈ. സ്വപ്നെ, നീ എന്റെ സ്വന്തമായി കഴിയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും. പ്രേം,
ഉടനെ വരില്ലേ? ഉടനെ വരും. Hello, Swapna. How are you? Fine, thank you. Oh, sit down. Madam, Swapnaki next week marriage ആണ്. My hearty wishes, Swapna. Thank you, madam. Prem is very handsome, madam. Really, you are a lucky girl. Swapna? No. Mrs. Swapna Prem. മാഡം ടെലിഫോൺ. ഞാനിപ്പോ വരാം. ഹലോ, യെസ്, വിമൻ പ്രൊഫസർ. അതെ അതെ, ഉണ്ട്. എന്ത്? സ്വപ്ന വരൂ. എന്ത് മേഡം? നത്തിങ്, വരൂ. ാണ് ഞാൻ പറയുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത്. കാരണം ആ കുട്ടിക്ക് കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. ആക്സിഡന്റ് കണ്ടപ്പോൾ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും മെന്റൽ ഡിപ്രഷൻ ഉണ്ടായേക്കാം. ഡോക്ടർ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഡോക്ടർ ചെറിയാൻ ഒരു നല്ല സൈക്കാട്രിസ്റ്റ് ആണ്. ഈ അഡ്രസ്സിൽ അദ്ദേഹവുമായി കോൺടാക്ട് ചെയ്യൂ. അല്ലേ? സ്വപ്ന അറിഞ്ഞു. ഇന്നലെ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് നടന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മനുഷ്യൻ അപ്പൊ തന്നെ മരിച്ചു. പാവം, അയാളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. സ്വപ്ന ഈ മനുഷ്യനെ അറിയൂ? എന്ത് പറ്റി ഡോക്ടർ? കുറച്ചു നേരം ഉറങ്ങട്ടെ. പല ട്രീറ്റ്മെന്റുകളും ചെയ്തു നോക്കി, ഒന്നും ഫലിച്ചില്ല. വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ രോഗം മാറിയേക്കുമെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. അതിനെ ശ്രമിച്ചു നോക്കി. ഒരു ഭ്രാന്തിയെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറായില്ല. അവസാനം എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യനെ ഞാൻ തേടിപ്പിടിച്ചു. കല്യാണം കഴിക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഭർത്താവ് ഉദ്യോഗസ്ഥനാകാൻ എന്നെ കിട്ടില്ല. നീ എപ്പടി പേശറേ? നിനക്കെന്താ പറയാനുള്ളത്? ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലേതാണ്.
എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു ജോലി വേണം. അവൻ ചൊല്ലുന്നതും കറക്റ്റ് തന്നെ. അതിനെന്താ മോനെ, നീ അന്യനല്ലല്ലോ. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഉണ്ട് അല്ലേ ചേട്ടാ? ഒന്നു മാത്രമില്ല, എനിക്കൊരു ജോലി. ജോലി ചെയ്തേ തീരുമെന്ന് നിർബന്ധമാണെങ്കിൽ നീ നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തോ. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്താൽ പോരെ. എന്ത് ജോലി എന്ന് കൃത്യമായി പറയണം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മിസ്റ്റർ രാജശേഖരൻ, ന്യൂ അപ്പോയിന്റ്മെന്റ്, പർച്ചേസിംഗ് മാനേജർ. ഹലോ ഹലോ, ഐ ആം ജനാർദ്ദനൻ, അസിസ്റ്റന്റ് മാനേജർ. ഓ മിസ് റാണി, ഞങ്ങളുടെ നമ്മുടെ സ്ഥലം മിസ് മേരി ക്ലാസ്. അപ്പോ രാജശേഖരൻ, നമുക്ക് ഫാക്ടറിയൊക്കെ ചുറ്റി കാണാം. വരൂ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീ അവിടെ പോയി നേഴ്സായി ജോലി ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ബന്ധം തുടരാൻ കഴിയും. അതിന് എനിക്കൊന്നും അറിഞ്ഞുകൂടല്ലോ. ഒരു ഭ്രാന്തി പെണ്ണിന് മരുന്ന് കൊടുക്കാൻ ഇത്ര അറിയാൻ എന്തിരിക്കുന്നു? പിന്നെ ഒരു കാര്യം, പറഞ്ഞതെല്ലാം ഓർമ്മ വേണം. ഓക്കെ? ശരി. എന്നെ മനസ്സിലായില്ലേ? എന്നാ ആരാ ഒന്ന് പറഞ്ഞു. അല്ല, രാജൻ, നിന്റെ രാജേട്ടൻ. നിന്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വിവാഹം നടക്കും. എന്താ, നിനക്ക് സമ്മതമല്ലേ? തമിഴകത്തെ തെന്നൽ മയങ്ങും മണലോരങ്ങളിൽ നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ എന്തു രസം, നിന്നെ കാണാൻ. വിവാഹവും നടന്നില്ല. അവൾക്ക് അവനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ ആവശ്യം എന്റെ സ്വത്തായിരുന്നു. അവൾ എന്നും തന്റെ പ്രേമിനെയും കാത്ത് തടസ്സിപ്പോയി നിൽക്കും. അങ്ങനെയാണ് നിങ്ങളെ അവൾ കണ്ടുമുട്ടിയത്. ആ സംഭവത്തിന് ശേഷം എന്റെ മോൾ ഇന്നാണ് ചിരിച്ചു കണ്ടത്. കാരണം അവളുടെ പ്രേമം നിങ്ങളും ഒരുപോലെ ഇരിക്കുന്നു. പേരെന്താ? പ്രേമചന്ദ്രൻ. പ്രേമെന്ന് വിളിക്കും. അവന്റെ പേര് പ്രേംകുമാർ. പ്രേമെന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അപ്പോ ഞാൻ വന്നിട്ടെ? ഇരിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുമായി ഇടപഴകുന്നത് അവൾക്കൊരാശ്വാസമായിരിക്കുമെന്ന് തോന്നുന്നു. എന്തോ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലെ ദുഃഖമെല്ലാം മാഞ്ഞുപോയി. ദയവായി ഞാൻ പറയുന്നതിന് എതിര് പറയരുത്. പറയൂ. നിങ്ങൾ ദിവസവും ഇവിടെ വരണം. എന്റെ മകളെ കാണണം. അവളുമായി സംസാരിക്കണം. ഞാൻ ജോലി അന്വേഷിച്ച് നടക്കുന്നവനാണ്. പ്രായപൂർത്തിയായ അമ്മയില്ലാത്ത 2 സഹോദരിമാരുണ്ട് എനിക്ക്. അവർക്കെല്ലാം ആശ്രയം ഞാൻ മാത്രമാണ്. അതെല്ലാം ഉപേക്ഷിച്ച്... വേണ്ട, എനിക്ക് ധാരാളം സ്വത്തുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. എനിക്ക് അല്പം മനസമാധാനം ഉണ്ടാക്കി തരാൻ ശ്രമിക്കും. ക്ഷമിക്കണം, ഞാൻ... പ്രേം, ഒരമ്മ മകൾക്ക് വേണ്ടി യാചിക്കുകയാണ്. എന്റെ മകളുടെ അസുഖം മാറിക്കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ മരിക്കാം. പ്രേം, പോകരുത്. അമ്മേ, പ്രേം, കാപ്പി കുടിക്കൂ. വാങ്ങി കുടിക്കൂ. അമ്മേ, ഞാൻ എന്റെ
പ്രേമിലൂടെ നടക്കാൻ പോകുന്നു. ഇന്ന് വേണ്ട മോളെ, നാളെ ആവട്ടെ. വേണ്ട മോളെ. ശരി, അമ്മ പറഞ്ഞ പോലെ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ആ പ്രേം, നാളെ വരില്ലേ? പ്രേം, വരാം. ഞാൻ മാളവ്യ, പ്രൊഫസർ മാളവ്യ. നോക്കട്ടെ. എന്താ പേര്? സാധനം നാളെന്താ? പൂരൊരുട്ടാതി. എന്തുരുട്ടാതി? പൂരൊരുട്ടാതി. ആ, വയസ്സ് എത്രയായി? 32. 32 കഴിഞ്ഞിട്ട് എത്ര മാസമായെന്ന്? ഓ, 1.5 മാസമായി. എന്തുവാടാ? ആ, നീ പണ്ടേ കലങ്ങി കിടക്കുകയല്ലേ. കിണിക്കാൻ വന്നിരിക്കുന്നു. എന്റെ ശിഷ്യനാ. അതായത് 3 മാസത്തിനുള്ളിൽ ഈ ഹോസ്റ്റൽ വിലക്ക് മേടിക്കും എന്നർത്ഥം. മോഹം തവപാദപത്മം. അതായത് മോഹങ്ങളും മോഹബന്ധങ്ങളും തീർന്ന് തവപാദപത്മം, അതായത് നിങ്ങളുടെ ഈ നഗ്നപാദങ്ങൾ ഫോറിലേക്ക്, അതായത് ദുബായിലേക്ക് പോകും എന്നർത്ഥം. ഒരു 10 രൂപ ആവട്ടെ. എന്ത്? ഒരു 10 രൂപ. ഞാനേ ദുബായി പോയി വന്നിട്ട് തരാം. അല്ല, സാർ പോണം. പോണം സാറേ. ഇതെനിക്ക് ദുബായി പോകുന്ന ലക്ഷണമില്ല, ബോംബെ വരെ പോകും. അയ്യോ, എന്ത് പറ്റി? അയ്യോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എന്റെ കാശില്ലല്ലോ.
സൂക്ഷിച്ചൊക്കെ നടക്കണം. വരൂ, ഞാൻ കൊണ്ടുവിടാം. എവിടെ കൊണ്ടുവിടാവുന്നത്? എവിടെ പോവേണ്ടത്? പല സ്ഥലത്തും പോകേണ്ടതുണ്ട്. അവിടെയൊക്കെ കൊണ്ടുവിടാനൊക്കെ. എന്റെ വീട്ടിലേക്ക് വരുമോ? വേണ്ട. പ്ലീസ്, വന്നേ പറ്റൂ. നിർബന്ധമാണോ? ശരി. സാർ എന്നാ പണിയായി കാണിച്ചത്? ഈ പെങ്കച്ചിനെ ഞങ്ങൾ കയറി പിടിക്കുമ്പോ സാർ വരാമെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇയാളെ കൊണ്ട് ഞങ്ങളെ തല്ലിച്ചു. ഇതിന് 200 രൂപയൊന്നും പോരാ. എന്തൊരടിയാ അടിച്ചത്. സാർ ദേഷ്യം പിടിക്കണ്ട, ഞങ്ങൾ പോയിക്കോളാം. ഓഹോ, അപ്പോഴെല്ലാം ഇയാളുടെ വേലയായിരുന്നു. ഇവനാരാ? നിങ്ങൾ ആരാണ് ചോദിക്കാൻ? ഞാനും. ഞാൻ നാണമില്ലല്ലോ. നമുക്ക് പോവാം. അല്പഗുണമൃത, അതായത് അല്പം ഗുണങ്ങളുള്ളവൻ ചിലപ്പോ മൃതദേഹം എടുക്കേണ്ടി വരും. അതായത് മൂലം പൂരാടമാകുന്ന സമയമാണ് നിങ്ങൾക്ക്. മനസ്സിലായോ? അപ്പൊ നമ്മൾ നീങ്ങേണ്ടത് വളരെ ശ്രദ്ധിച്ചാൽ. നല്ല ഉഗ്രം കൂടാ. ഇതിന് എന്ത് വില കൊടുത്തു? പ്രസന്റേഷനാ. ഒരു ലേഡി ഡോക്ടർ തന്നതാ. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 6 മാസത്തിനകം ഒരു കുഞ്ഞ് ജനിക്കുമെന്ന്. 6 മാസത്തിനകം? സ്റ്റീവ് ശിശു ആയിരിക്കും. മനുഷ്യ ശിശു. സംഗതി നടന്നു. സമ്മാനമായി ഈ കൂടെ എന്തുന്നു. ശരി, നടക്കാം. നടക്കാനൊന്നുമില്ല. ആ കാണുന്ന സ്ഥലം വാ. പ്രകടകലമതേ ശ്രീ പത്മനാഭാഹ പ്രതുകടിലം രുത്മഘോഷം. രുത്മഘോഷം അതായത് നീ വിചാരിക്കുന്ന കാര്യം ശ്രീ പത്മനാഭന്റെ സഹായത്താൽ സാധിക്കും എന്നർത്ഥം. ശ്രീ പത്മനാഭ. ഞാൻ എന്റെ തപ്പഴ ഇത് സ്ത്രീകളുടെ ഹോസ്റ്റലല്ലേ? അതിനെന്താ, ഇവിടുത്തെ മാറ്ററിന് ഒരു ഡ്രൈവറെ വേണം. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോ. പ്രൊഫസർ മാളവ്യ പറഞ്ഞയച്ചാന്ന് മാത്രം പറഞ്ഞാൽ മതി. ആശം കൂടെ വാ. ഞാൻ വരുന്നത് ശരിയല്ല. അതെന്താ? ഒരു രഹസ്യമാ, ആരും അറിയണ്ട. മാട്രൻ എൻ്റെ ഒരു പഴയ കാമുകിയായിരുന്നു. പക്ഷെ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. ഞാനെന്ന് പറഞ്ഞ ഇപ്പോഴും ജീവന. എന്നെ കണ്ട അവൾക്ക് പഴയ ഫീലിംഗ് വരും. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. ഞാൻ പോട്ടെ. പോയിട്ട് എന്നെ അനുഗ്രഹിക്കണം. നവഗ്രഹങ്ങൾ നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കും. ഓ, നമസ്കാരം. ആരാ? പ്രൊഫസർ മാളവ്യ പറഞ്ഞയച്ചതാണ്. ഇവിടെ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ആവശ്യമില്ല, എന്റെ ഭർത്താവ് ഡ്രൈവറാണ്. പിന്നെ പ്രൊഫസർ പറഞ്ഞതോ? ഏതാ ഈ പ്രൊഫസർ? അത് മാഡത്തിന്റെ പഴയ കാമുകനാണ്. നേരിട്ട് കണ്ടാൽ ഫീലിങ്സ് വരുമെന്ന് പറഞ്ഞ് അവിടെ മാറി നിൽക്കുകയാണ്. അയ്യോ, എന്റെ ആ ലവറെ കണ്ടിട്ട് എത്ര നാളായി. ഒന്ന് നിൽക്കണേ. യെസ് മാഡം. അയ്യ, ശുക്രൻ അടിച്ചു. ശങ്കർ, ഇവിടെ മനുഷ്യ, ഞാൻ മാഡത്തിനെ കാണാൻ വന്ന. ഇവിടെ ഡ്രൈവറുടെ ജോലി ഉണ്ടെന്നേ. അവനെ ഞാൻ പിടിച്ചോളാം. കൈ നോക്കി അവസാനം നമ്മുടെ കയ്യിൽ രേഖയിലുണ്ടായി. ഈശ്വര, എന്ത് ചെയ്യാ? കയ്യോ മഹമോ?
എത്തിയില്ലായിരുന്നെങ്കിൽ ആ റൗഡികൾ എന്നെ കൊല്ലുമായിരുന്നു. ഡാഡി, ആന രക്ഷിച്ചു. അയ്യോ, ആനയൊന്നുമല്ല, ഞാനാ. ആ ജനാർദ്ദനാണ് ഇതിനൊക്കെ കാരണം. ചെക്ക്. ആ, അതെന്റെ കുതിരയുടെ കാല. കുഞ്ഞെ, നീ ആരാ? ഇത് മിസ്റ്റർ സുകുമാരൻ. മിടുക്കൻ. എന്ത് കഴിക്കുന്നു? ആദ്യം സാറാ ചെക്കൊന്ന് മാറിയത്. നമുക്ക് ബോർഡ് മാറ്റിക്കളയാം. വേണ്ട വേണ്ട, എനിക്ക് പോ. ബെറ്റ് വെച്ച് കളിക്കാം. ഒരു ബോർഡ് 50 രൂപ. ഇരിക്കെ. നമുക്ക് തുടങ്ങാം. ഹീസ് മിസ്റ്റർ സുകുമാരൻ, സ്മാർട്ട് ബോയ്, നല്ല കളിക്കാരനാണ്. സുകുമാരൻ ദിവസവും ഇവിടെ വരണം കേട്ടോ. അങ്ങേർക്ക് വേറെ ജോലി കാണില്ലേ? നിങ്ങൾ ഡെയിലി ഒന്നും വരണ്ട. നീ ആരാന്ന് പറയാൻ? ദുർഗാമേളകത്ത് പോകൂ. ചൊല്ലുവേൻ. സദാസമയം വിളയാട്ട് വിളയാട്ട് വിളയാട്ട്. ഞാൻ കാരണം നിങ്ങൾ വഴക്ക് കൂടണം. അതിവിടെ പതിവാ. വെരി ഗുഡ്. അപ്പോ ഞാൻ പിന്നെ വരാം. അല്ല, നാളെ വരാം. മോളെ, നമ്മുടെ അഡ്രസ് സുഖൂന് കൊടുത്തേക്കണേ. സുഖുവിന്റെ അഡ്രസ് ഇങ്ങോട്ടും മേടിച്ചോളൂ കേട്ടോ. വാങ്ങിച്ചാ ഞാൻ പോട്ടെ. ഇതാര്? ജോലി വല്ലതും തടഞ്ഞു ആശാനെ? വേറെ പലതും തടഞ്ഞു. ഭാഗ്യത്തിനെ ഓടി രക്ഷപ്പെട്ടു. ആ പ്രൊഫസറെ കൂടെ നടന്നിരുന്നല്ലോ. അയ്യോ, അയാളെ ഞാൻ വിട്ടു. ശരി, വാശൻ ഏ വാശാൻ അടിയൊന്നും കിട്ടില്ല. വാ. വാശാന്. കൈ വിട്. നടക്ക്. മോളെ, ചായ തണുത്തു, ഒന്ന് കഴിച്ചേ. ദേ വരുന്ന അമ്മായി. വരൂ, ഇരിക്കൂ. ഇതെന്റെ സ്നേഹിതൻ മിസ്റ്റർ ശ്രീകുമാർ. ഇതെന്റെ അമ്മാവന്റെ മകളാണ് റാണി. നമസ്തേ. റാണി എന്ന് പറഞ്ഞിട്ട് നിന്റെ കമ്പനിയിൽ ഒരു ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്ന്. കുമാർ ഒരു നല്ല ഡ്രൈവറാണ്. 2-3 വർഷത്തെ പരിചയമുണ്ട്. പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുമുണ്ട്. ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാ ഞാനങ്ങ് പോയേക്കാം. ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോകാം. നീ വിചാരിച്ചാൽ ആ ജോലി കുമാറിന് കിട്ടും. ഞാൻ മാനേജരോട് പറഞ്ഞു നോക്കാം. കമ്പനിയിലേക്ക് വരൂ. ഓ, അമ്മേ, അമ്മേ, എന്താ മോളെ? എന്റെ പ്രേം വന്നോ? ഇപ്പൊ വരും. മോള് വന്ന് ചായ കുടിക്കേ. പ്രേം വന്നിട്ട് മതി. ഹായ് പ്രേം, എന്താ ലേറ്റ് ആയത്? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഒരിക്കലും എന്നെ പിരിയില്ല എന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ എന്നെ വിട്ടു പോയത്? അത് ഞാൻ പോയില്ലല്ലോ. കള്ളം. ഇത്ര കാലം എവിടെയായിരുന്നു? എത്ര ഞാൻ കണ്ണീരൊഴുക്കി. എന്നോട് വെറുപ്പുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. നീ എന്റെ ജീവനാണെന്ന് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരിക്കൽ കൂടി പറയൂ. നീ എന്റെ ജീവനാണ്. അയ്യോ. സ്വപ്നെ, സത്യത്തിൽ നീ എന്റെ ജീവനാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കാർ നന്നായി സൂക്ഷിക്കാൻ പറയണം. ശരി സാർ. ഇതാ താക്കോൽ കൊടുത്തേക്ക്. അഡ്വാൻസ് ഒന്നും വേണമെങ്കിൽ വാങ്ങിച്ചോളാൻ പറയും. ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. താങ്ക് യു സാർ. ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. ശരി. ഞാനും. സുഖന് കാർപ്പന അറിയാമോ? ചതുരംഗം കളിയിൽ ഇന്ത്യയിൽ ഈ ശങ്കരാടി ശങ്കുണ്ണി മേനൻ ആരാണോ അതേ സ്ഥാനമാണ് സോവിയറ്റ് റഷ്യയിൽ കാർപ്പന. ഓ, ബാക്കി പൗട്ട. എന്നാല് മേനോൻ സാറ് പൗട്ട.
അതെന്റെ മന്ത്രിയുടെ കാല. രക്ഷയില്ല. താങ്ക് യു. ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ കേട്ടില്ലല്ലോ. ഇത് ബുദ്ധിജീവികൾക്കുള്ളതാ. ദുർഗാമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതുവരെ ഒരു കളിയെങ്കിലും നിങ്ങൾ ജയിച്ചിരിക്കാ. പിന്നെ എന്റെ ഡാഡി ആയിരുന്നില്ലേ കഴിഞ്ഞ വർഷത്തെ ചെസ് ചാമ്പ്യൻ. എടി വാരാതടി. എന്നപ്പോ എങ്ങോട്ടാ? ക്ലബിലേക്ക് വരൂ, നേരെ വരും. നാളെ വരണം കേട്ടോ. ഞാൻ വരണം. ആ நீங்க என்ன நினைச்சோண்டிருக்கே? ഞാനൊന്നും നനച്ചിട്ടില്ല. அவள அந்த ஆளு கூட வெளிய போய் பாக்கலையா? പാത്താച്ച് അതിനെന്താ, അവള് പോയ മാതിരി തന്നെ തിരിച്ചു വരും. உங்களுக்கு பைத்தியம் தான் முடிச்சிருக்கு. அவள் வரட்டு, இனிமே வெளிய விட மாட்டேன். വരൂ, എന്തെങ്കിലും കഴിച്ചിട്ടോ. ഇരിക്കൂ. അമ്മായി നമസ്കാരം. എന്താ മോളെ? നല്ലൊരു കാപ്പി ഉണ്ടാക്കി. ശരി. ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്താ പറയാ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. അത് ഒന്നുമില്ല. എന്ന് ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനല്ലേ വന്നത്? അതെ. തുടങ്ങി കാലത്ത് തന്നെ. എന്താ വിളിച്ചത് കേട്ടില്ലേ? കേട്ടത് കൊണ്ടാണ് വന്നത്. പ്രേം വന്നോ? ഏത് പ്രേമിനാ കുഞ്ഞ് അന്വേഷിക്കുന്നത്? എന്റെ പ്രേമിന്. അത് എന്നോ ചത്തുപോയി.
എന്നോട് കയർക്കണ്ട. ഇന്നാ മരുന്ന് കഴിക്കും. സ്വപ്നയ്ക്കിപ്പോ വളരെ ആശ്വാസമുണ്ട്. മോനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി പറയാൻ മാത്രം ഇതിൽ എന്തിരിക്കുന്നു? എന്താ മോളെ? അവള് പറയുന്നു എന്റെ പ്രേം മരിച്ചു പോയെന്ന്. അവള് നിന്നെ കളിയാക്കാൻ പറഞ്ഞതാ. നിന്റെ പ്രേമല്ലേ ഈ ഇരിക്കുന്നത്? ആ, അമ്മ ഷോപ്പിങ്ങിന് പോന്നു. രണ്ടുപേരും വരുന്നു. നമുക്ക് അമ്മയുടെ കൂടെ പോവാം. നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞില്ലേ? എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? മതിരാവാ. ആ എരി, ആ പ്രാന്തി പെണ്ണിന് വല്ല മാറ്റമുണ്ടോ? അവൾ ആ പ്രേമേന്ദ്രനായിട്ട് അടുപ്പാണോ നീ? അപ്പൊ തകരാറിലാകുമല്ലോ. സ്വപ്നയുടെയും ശർമ്മയുടെയും പേരിലാണ് കമ്പനി. അവരെ നമുക്ക് സ്വന്തമാക്കാതിരുന്നാൽ ഒന്നും നടക്കില്ല. അട്ടെ, തന്റെ കാര്യം എന്തായി? അവിടെയും ഉണ്ട് അല്പം കുഴപ്പം. അവളൊരു സുകുമാരന്റെ പിന്നാലെയാണ്. അപ്പൊ നമ്മൾ കുറെ കൂടി സ്പീഡപ്പ് ആവണം. അവന്മാർ രണ്ടുപേരെയും ആദ്യം തൂക്കണം. എന്താ? ഓക്കെ, ഞാൻ റെഡി. അതുടനെ വേണം. എന്നിട്ട് പറഞ്ഞില്ലല്ലോ. എന്തു പറയാന്? ഒന്നുമില്ല. ആ, ചിലതെല്ലാം പറയണമെന്നുണ്ട്. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. തുടങ്ങിയതല്ലേ. നമ്മൾ കണ്ടുമുട്ടരുതായിരുന്നു. കണ്ടുമുട്ടിയെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് വേദനയും. എന്തുകൊണ്ട്? ഞാൻ കൂടുതൽ ചിന്തിച്ചതുകൊണ്ട്. സുഖോ? ശർമ്മിളി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി തേടി അലയുന്നവനാണ് ഞാൻ. നമ്മൾ പിരിയുന്നതാണ് നല്ലത്. പക്ഷേ സുഖോ, എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. ഞാനൊന്ന് പറയട്ടെ. എനിക്കൊരു ജീവിതം തരൂ, നിങ്ങളോടൊപ്പം. അനുരാഗമേ നിൻ വീതിയിൽ മലതൂകി നീ തഴുകാതിനി വെടിയൂ നീ എന്നെ എൻ പാതയിൽ വെടിയൂ നീ എന്നെ നിന്നോർമ്മയിൽ അനുരാഗമേ നിൻ വീതിയിൽ ഒരു മോഹമായി ഒഴുകുന്നു ഞാൻ. അനുരാഗമേ നിൻ വീതിയിൽ
തഴുകാതിനി വെടിയൂ നീ എന്നെ എൻ പാതയിൽ വെടിയൂ നീ എന്നെ നിന്നോർമ്മയിൽ അനുരാഗമേ നിൻ വീതിയിൽ ഒരു മോഹമായി ഒഴുകുന്നു ഞാൻ അനുരാഗമേ നിൻ വീതിയിൽ പ്രൊഫസർ, എന്തോ എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നു. എങ്ങനെ വിശക്കാതിരിക്കും? നിനക്ക് ക്ഷയമല്ലേ? ആശാന് വല്ല കുഴപ്പവും? നിന്റെ തന്തയ്ക്കാണ് കുഴപ്പം. എനിക്കൊരു കുഴപ്പവുമില്ല. ആഹാരം കഴിച്ചിട്ട് ദിവസം കുറയായി. ഞാൻ പോവാ. നീ പോ, ആഹാരം തേടി പോ. കൂട്ടത്തിൽ കുറച്ചെനിക്കും കൊണ്ടുവരൂ. ചെല്ലൂ. എത്ര സുന്ദരിയായ പെൺകുട്ടിയാണെന്നറിയാമോ ആ അമ്മയുടെ ഒരേ ഒരു മകൾ. നീ ആ പെങ്കൊച്ചുമായി എന്തെങ്കിലും? ഛെ, ഛെ, ഛെ. ഒരു കൊച്ചുകുട്ടിയെ പോലെ പഴകുന്ന അതിനോട് എത്തു തോന്നാണ്. എന്റെ കാര്യമാണ് കഷ്ടം. പ്രേമം, പൊരിഞ്ഞ പ്രേമം. എന്നാ പിന്നെ കല്യാണം നടത്തണം. നടത്തിക്കളയാം. നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ജനാർദ്ദൻ. അയ്യോ, ഞാൻ രാജശേഖരൻ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ടേ. സാറന്മാര് കല്യാണക്കാരും പറയുന്നത് കേട്ടു. എപ്പോഴാണ് എന്ന് ചോദിക്കാമെന്ന് വെച്ചു. ഓ, അത്രേ ഉള്ളു. താനെന്താ കളിയാക്കുകയാണോ? ആശാനെ, സാറുമാർക്ക് ദേഷ്യം വരുന്നുണ്ട്. മിസ്റ്റർ പ്രേം, സുഖു, ഒരു കാര്യം, രണ്ടുപേരും ഇപ്പോഴുള്ള ഉദ്യോഗം അങ്ങ് രാജിവെച്ചേക്കൊള്ളാം. മേലിൽ രണ്ടിനെയും ഈ പരിസരത്ത് കണ്ടുപോരുത്. താൻ ഇവിടുത്തെ ഗവർണർ ആയിരിക്കും. തോന്നിവാസം പറയുന്നോടാ. ഇല്ലേ, പറയില്ലേ? ഈ മിലിറ്ററി പ്രസ്ഥാനമൊന്നും ഞങ്ങളോട് വേണ്ട. നമ്മളൊക്കെ ഒരു നാട്ടിൽ നിന്ന് വന്നവരല്ലേ. അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കണം. പ്രേമിന്റെ സഹോദരിയുടെ മാരേജിനുള്ള പണം ഞാൻ അയച്ചിട്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അത് പ്രേമിന് തോന്നുന്നതാ. പ്രേം എന്റെ മകൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ത്യാഗമാണ്. ആ മനസ്സിന്റെ മുമ്പിൽ പണവും പ്രതാപവും എല്ലാം തലകുനിക്കും. എല്ലാം അമ്മയുടെ ഇഷ്ടം. ആ, ഇന്ന് സ്വപ്നയുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ്. പ്രേമിനെ കൂട്ടി പോവാൻ അവൾ കാത്തിരിക്കുകയാണ്. പ്രേം, ഐ ആം റെഡി. ഒന്ന് ഡ്രസ് മാറ്റൂ. പോയിട്ട് വരൂ പ്രേം. ഞങ്ങൾ പോയിട്ട് വരാമേ. ആ, വരൂ. കൊള്ളാം, നന്നായിരിക്കുന്നില്ല. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മീറ്റ്
ഹലോ, ആരെങ്കിലും ഒരാൾ ഒരു പാട്ട് പാടും. പ്രേം, ഒരു പാട്ട് പാടും. അയ്യോ എന്റെ പൊന്നെ ചതിക്കില്ലേ, എനിക്ക് പാടാൻ അറിഞ്ഞില്ല. പ്ലീസ്. എന്താ ഇത്? മിസ്റ്റർ പ്രേം, പാടൂ. സ്വപ്നെ പിണക്കരുത്. പിണക്കിയാൽ പ്ലീസ്. ആത്മസഖി എന്നാദ്യ സമ്മാനം ആത്മസഖി എന്നാദ്യ സമ്മാനം ഹൃദയസ്വരങ്ങൾ അണിയുമിഗാനം അനുഭവമെന്നിൽ എഴുതിയ ഗാനം ആത്മസഖി എന്നാദ്യ സമ്മാനം ഹൃദയസ്വരങ്ങൾ അണിയുമിഗാനം. വേഷങ്ങളാലേ വേദന മൂടി ഭൂമിയിൽ നീങ്ങും ജീവികൾ നമ്മൾ പാതകളറിയാതെ അലയുന്നു നീളെ പാതകളറിയാതെ അലയുന്നു നീളെ ആത്മസഖി എന്നാദ്യ സമ്മാനം ഹൃദയസ്വരങ്ങൾ അണിയുമിഗാനം അനുഭവമെന്നിൽ എഴുതിയ ഗാനം ആത്മസഖി എന്നാദ്യ സമ്മാനം. കാണുന്നതെല്ലാം സത്യമെന്നോർത്തു ആശകൾ കേറി ആടുന്നു നമ്മൾ താളങ്ങളറിയാതെ വീഴുന്നു പിന്നെ താളങ്ങളറിയാതെ വീഴുന്നു പിന്നെ ആത്മസഖി എന്നാദ്യ സമ്മാനം ഹൃദയസ്വരങ്ങൾ അണിയുമിഗാനം അനുഭവമെന്നിൽ എഴുതിയ ഗാനം ആത്മസഖി എന്നാദ്യ സമ്മാനം ഹൃദയസ്വരങ്ങൾ അണിയുമിഗാനം. ഗുഡ് മോർണിംഗ്. താൻ ആരാ? കൈരേഖ. പ്രൊഫസർ മാളവ്യ. തന്നെ ആരാ ഇങ്ങോട്ട് കടത്തി വിട്ടത്? വാച്ച്മാൻ. കടന്നു പോളൂ. കൈരേഖ പോയി. സാറ് കോപിക്കരുത്. സാറിന്റെ മുഖം നോക്കി ഞാനിപ്പോ 2 ലക്ഷണം പറയാം. എടാ പോളെ. സാറിന് ഉടനെ തന്നെ ഒരു കല്യാണം
നീ വെക്ക് പറയടോ. നാളെന്താ? അശ്വതി. അശ്വതി. അശ്വം കുതിര. അശ്വതി അതായത് കുതിരതി. കാണുന്നില്ലല്ലോ. കോഫി നോക്കണ്ട, ഇത് ഷുഗർ ഇടാത്ത കോഫിയാ. കാപ്പിയല്ല നോക്കിയത്, ആ സൂവിനെ കാണുന്നില്ലല്ലോ. சுகு 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 do you know உங்களுக்கு தெரியுமா இந்த சுகு ஏ தரக்காராണെന്ന്? തെരിയും തെരിയും, നല്ല ഒന്നാം തരക്കാരനാ. ഊരും പേരും தெரியாதவனൊന്നും വീട്ടിൽ പീഡം കൊടുക്കരുത്. I am telling you. കുടിങ്ങ. നമസ്കാരം. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞാ മതി. ഇരിക്കൂ. മോളെ ഹോർലിക്സ്, എന്താ അത്ര വൈകിയത്? വൈകിയത് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ജോലി കിട്ടിയോ? ഇല്ല. എന്നാ ഞാനൊരു ജോലി തരാം. ദിവസവും കാലത്ത് ഇവിടെ വരിക, ചെസ് കളിക്കുക, ഹോർലിക്സ് കുടിക്കുക, മടങ്ങി. എനിക്ക് തീരെ സുഖം തോന്നുന്നു. ഡോക്ടർ ബാലകൃഷ്ണൻ ഫോൺ ചെയ്യൂ. വേണ്ട, ഞാൻ നാളെ വരാം. എനിക്ക് കളിക്കാൻ നല്ല മൂഡ് തോന്നി. ഞാനൊന്ന് ക്ലബിൽ പോയിട്ട് വരട്ടെ. പോകുന്നത് കൊള്ളാം, നേരത്തെ വന്നേക്കണം. നിക്കടി അവിടെ. പൊന്നുമോൾ എവിടേക്കാ? അവന്റെ കൂടെ കറങ്ങാനല്ലേ? പോടിയകത്ത് പോടി. മോക്ക് ചേർന്ന് അപ്പൻ. പേടിച്ചു പോയോ? ഇല്ല. ദേഷ്യത്തിലാണല്ലോ. അമ്മ തടുത്തിട്ടല്ലേ ഞാൻ കൂടെ വരാഞ്ഞത്? ഇപ്പൊ അനുവാദം കിട്ടിയോ? ഇല്ല, പുറവശത്തോടെ ഇറങ്ങി ഓടി വന്നു. ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ പെണ്ണെ പ്രേമിക്കാൻ നടക്കുന്നത്? ഇതിനൊക്കെ കുറച്ച് ധൈര്യം വേണം. അച്ഛൻ പാവമാ, പക്ഷെ അമ്മയെ പേടിച്ചു പറ്റൂ. ആ, നിന്റെ അമ്മയല്ലേ, അതൊരു തരം ജന്തുവാ. ദേഷ്യമൊക്കെ മാറി മാറ്റ. ഇത്ര പെട്ടെന്ന് കുട്ടികൾക്ക് ദേഷ്യം വരരുത് കേട്ടോ. നീ പോകുന്നോ ഇല്ലയോ? മരുന്ന് കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നാൽ അത് തന്നെ നടക്കട്ടെ. ഓടി. എന്താ ഇവിടെ ബഹളം? മരുന്ന് കഴിക്കുന്നില്ല. സ്വപ്നെ, നീ എന്താ മരുന്ന് കഴിക്കാത്തത്? ആ മരുന്നിന് തരൂ. സ്വപ്നെ, ഇവിടെ വരൂ. നീ വെക്കൂ. ഇവിടെ വരാനാ പറഞ്ഞത്. സ്വപ്നെ, സ്വപ്നെ, എന്താ ഇത്? അങ്ങോട്ട് നോക്ക്. എന്നോട് എന്തിനാ ദേഷ്യപ്പെട്ടത്? എനിക്ക് മരുന്ന് വേണ്ട, ഒന്നും വേണ്ട. ഞാനല്ലേ ദേഷ്യപ്പെട്ടത്? എന്നോട് ക്ഷമിക്കൂ. മരുന്ന് കഴിക്കുക. വേണ്ട. ഈ മരുന്ന് കുടിക്ക. ഇന്ന് നമുക്ക് ഏത് സിനിമയ്ക്കാ പോകേണ്ടത്? How smart you are. നമുക്ക് സിനിമയൊക്കെ കണ്ടിട്ട് ചൈനീസിൽ പോയി സൂപ്പെല്ലാം കുടിച്ച് അവിടെ നിന്ന് ബീച്ച് വഴി കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ കറങ്ങി അതിലെങ്ങനെ വരാം. ആശാനെ, പ്രൊഫസർ, ലോട്ടറി കേസ് വരുന്നുണ്ട്. ആ കിളവിയല്ലേ, വരട്ടട. കിളവി മാത്രമല്ല, കൂടെ ഒരു ഫയൽമാനും ഉണ്ട്. വരട്ടെ. ആരാ പ്രൊഫസർ മാളവ്യ? ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ഇവ മാത്രമേ എന്നെ പ്രൊഫസർ എന്ന് വിളിച്ചിട്ടുള്ളൂ. ഇപ്പൊ സാറും വിളിച്ചു. ഇരിക്കൂ. നിന്നോളൂ. അയ്യോ, കൈയാണോ മുഖമാണോ? അത് ഞാൻ നോക്കാറില്ല. താനീ കിളവിടെ കൈ നോക്കിയിട്ട് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞ? അതെ. എന്നിട്ട് 50 രൂപ വാങ്ങിച്ചോ? വായിച്ചോടാ. തിരിച്ചോട്, തിരിച്ചോട്. ഒരു കാര്യം, ഇതുപോലൊരു പ്രയോഗം എന്റെ
എന്നോട് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ സാറ് ചായ കുടിക്കുന്നു. എന്നെ അടിക്കാനല്ല പറഞ്ഞ ആശാനെ അടിക്കരുതെന്ന. അടി കൊണ്ട നമുക്കും ശക്തി അയാൾക്കും. ഈ സ്ത്രീക്ക് ഇയാൾ 50 രൂപ കൊടുക്കാനുണ്ട്. അതിപ്പൊ തരുന്നല്ലേ? അത് ഞാൻ തരാം. വേണ്ട. ആശാനെ അടി ഒരുപാട് കിട്ടി. അയ്യോ അയ്യോ 2 പുക അടിച്ചാൽ മതി, നീർവീഴ്ചെല്ലാം മാറും. ചേട്ടൻ നിന്റെ കാലിൽ ചിലങ്കയുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. കനകച്ചിലങ്കേ 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 കരളിൽ കിലുങ്ങും കനകച്ചിലങ്കേ കരളിൽ കിലുങ്ങും കനകച്ചിലങ്കേ 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 അരുമച്ചിലങ്കേ മൃദുല പദങ്ങൾ തഴുകി തഴുകി ഇവളിൽ പുളകം തൂകി തൂകി ഇനിയ സ്വരങ്ങൾ പകരുകയില്ലേ നിസരിഗാമരിസ നിപനിരിസ നിസരി നിസ പനി മമ പഗാമരി സദാ നിസരി ഗഗമാമദനി നിസ ഗമദനിസ ധനിസ 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 കനകച്ചിലങ്കേ 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 അരുമച്ചിലങ്കേ പ്രണയ സരസിൻ കരയിൽ നിൽക്കും എന്നിൽ ചിരിതൻ അലകൾ പാകി ഇനിയും നടനം തുടരുകയില്ലേ എന്നിലെ ഗദ്ഗദം
ഒന്നു നീ കേൾക്കണേ എന്നിലെ ഗദ്ഗതം ഒന്നു നീ കേൾക്കണേ എന്നിലെ ഗദ്ഗതം ഒന്നു നീ കേൾക്കണേ എന്നിലെ ഗദ്ഗതം ഒന്നു നീ കേൾക്കണേ എന്റെ കണ്ണു നീ ഒന്നു നീ കാണണേ റാണി ഒന്നു നീ കാണണേ. റാണി, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ വേണ്ട വേണ്ട, എന്നെ നിനക്ക് ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്. എല്ലാത്തിനുമുപരി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ ഈ വിവാഹം നടക്കരുത്. എന്താ റാണി? എന്താ? ഇഞ്ചക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മരുന്ന് ഇപ്പൊ തന്നെ വാങ്ങിക്കൊടുക്കണം. എന്നാ ഞാൻ വരട്ടെ. അച്ഛാ, പണത്തിന് എന്ത് ചെയ്യും? മോളൊരു കാര്യം ചെയ്യും. ആ ചേട്ടു മാനേരെ കാണിച്ച് അച്ഛനൊരു 100 രൂപ കൂടി തരാൻ പറ. അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറ. അച്ഛാ, അച്ഛയ്ക്ക് ഈ രാത്രിയില് അച്ഛാ, ഞാൻ പോയിട്ട് വരാം അച്ഛാ. മാനേജർ സാറുണ്ടോ? സാറുണ്ടോ? വീട്ടിലാണ്. Yes, come in. അച്ഛന് കൂടുതലാണ്. ഓ, കാശ് വേണമായിരിക്കും. 100 രൂപ തരാൻ അച്ഛൻ പറഞ്ഞു. ആ, ഈ മരുന്ന് മേടിക്കാൻ 100 രൂപ പോരല്ലോ വച്ച് ഒരു 200 രൂപയെങ്കിലും വേണം. ആ, നോക്കട്ടെ. ആ, ഉണ്ടല്ലോ. ദാദാ, പ്രിസ്ക്രിപ്ഷൻ വേണ്ടേ? അറിഞ്ഞു ചെയ്യുന്നതാണ് കുറ്റം, അറിയാതെ ചെയ്യുന്നത് കുറ്റമല്ല. നീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല റാണി. അവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഐ ആം സാറ്റിസ്ഫൈഡ്. സുഖുവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിധം എനിക്കിഷ്ടമല്ല. ഇയാൾ ഏത് കാസ്റ്റാണെന്ന് പോലും അറിയില്ല. നിർബന്ധമില്ല. നമ്മൾ രണ്ടും 2 കാസ്റ്റല്ലേ. സ്വന്തം മകളുടെ കാര്യം വന്നപ്പോ അവൾക്കൊരു ജാതി നോട്ടം. ആട്ടെ, സുഖു ഈ ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. മിടുക്കൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ, പിന്നെ ചില കീഴ് നടപ്പുകളൊക്കെ ഉണ്ട്. സുഖുവിന്റെ ഫാദറിനോട് വരാൻ പറഞ്ഞ് ഇന്ന് തന്നെ ഒരു അർജന്റ് ടെലിഗ്രാം കൊടുത്തു. ഫാദർ മുനിസിപ്പൽ ചെയർമാനാണെന്നല്ലേ പറഞ്ഞത്. ഫാദർ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സമയം നിശ്ചയിക്കാം. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ സമ്മതിക്കുമെന്ന്. ഇന്ന് തന്നെ സുഖുവിന്റെ അച്ഛന് കത്തെഴുതണം. എന്താണെന്നും മിണ്ടാത്തത്? അച്ഛനെ വരുത്തുന്ന കാര്യമൊന്നും നടക്കില്ല. അതെന്താ? അച്ഛനതൊന്നും ഇഷ്ടപ്പെടില്ല. എന്റെ നാട് ഒരു ഗ്രാമമാണ്. പട്ടണത്തിലെ പെമ്പിള്ളേരോട് അച്ഛന് പുച്ഛമാണ്. എന്നും ഗ്രാമത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മതി. അച്ഛന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും സാരമില്ല.
സുഖു പറഞ്ഞ അച്ഛൻ കേൾക്കും. കേൾക്കില്ല പെണ്ണെ, അച്ഛനുമായി ആലോചിക്കുന്ന കാര്യം നടക്കില്ല. പിന്നെന്ത് ചെയ്യും? പിന്നെന്തോ ചെയ്യും? അന്നേ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കില്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഊരേതും தெரியாது, ജാതി ഏതും தெரியாது. അങ്ങനെ ഒരുത്തിന് കല്യാണം ചെയ്തു കൊടുക്കാൻ എന്നെ എത്ര നിർബന്ധം? കുഞ്ഞുങ്ങളുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ ചേട്ടത്തി? ജനാർദ്ദൻ എന്നെ ഒരു കുറവ്. സുകുമാരൻ മിടുക്കനാ. നമ്മുടെ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അവന് കഴിയും. അണ്ണനും തങ്ങച്ച ഒരു സൈഡ്. അങ്ങനെയല്ല, എന്റെ മോളുടെ സ്ഥിതി എന്താണെന്ന് ചേട്ടത്തിക്ക് അറിയില്ലേ? എന്തിനാ ശാർമളയും കൂടി വിഷമിപ്പിക്കുന്നത്? ഇതിൽ എന്നെ ഒരു വിഷമോ? എല്ലാം ചേട്ടന്റെ ചേട്ടത്തിയുടെ ഇഷ്ടം. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. എന്റെ അമ്മയും പ്രേമവും ഒരുപോലെയാ, എല്ലാം മറക്കും. അതെ, എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന സമ്മാനം എവിടെ? എന്ത് സമ്മാനം? ഓർമ്മയില്ലേ പണ്ട് എന്നോട് പറഞ്ഞിരുന്നത്? അതെ അതെ അതെ, ഓർമ്മയുണ്ട്. ഇല്ല, ഞാൻ പറയാം. അന്ന് നമ്മൾ ആർട്ടംബോറിയത്തിൽ കണ്ടില്ലേ ആ മാർബിൾ പ്രതിമ? വീണ വായിക്കുന്ന മീൻ. ഓ, അതെ അതെ, ഓർമ്മയുണ്ട്. അത് തന്നെ. എപ്പോ കൊണ്ടുവരും? വൈകിട്ട്. ഇല്ല, എനിക്ക് ഇപ്പൊ വേണം. ഏയ് പിണങ്ങാതെ, ഞാൻ പോയി ഇപ്പൊ തന്നെ വാങ്ങിച്ചോണ്ടുവരാം. ശരി. വരൂ. അച്ഛൻ വന്നോ? വരുന്നുണ്ട്. പരസ്പര ധാരണയോടെ വിവാഹം കഴിക്കുക, അതാണ് ഭാവി ജീവിതത്തിന് നല്ലത്. എന്താ സുഖു, ശരിയല്ലേ? ഞാൻ അതിൽ വിശ്വസിക്കുന്നു. സുഖുവിന്റെ അച്ഛനും എന്റെ രീതികൾ ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ താല്പര്യങ്ങൾക്കൊന്നും അച്ഛൻ എതിര് നിൽക്കില്ല. എന്റെ അച്ഛൻ. നമസ്കാരം. നമസ്കാരം. ശങ്കരാടി ശങ്കുണ്ണിമൻ. ഇരിക്കൂ. മിസ്റ്റർ കുറുപ്പ് വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ മക്കൾ തമ്മിൽ അടുത്തു. ബുദ്ധിയുള്ളവർ അവരെ എതിർക്കില്ല. കാരണം രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരാണ്. എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയാം. അപ്പോ നമ്മൾ അവരെ അനുകൂലിക്കല്ലേ വേണ്ടത്? മിസ്റ്റർ കുറുപ്പിന്റെ അഭിപ്രായം എന്താ? ശരിയാണ്. ഇതെന്റെ ഭാര്യ തൂക്ക. ഇതെന്റെ ഒരേ ഒരു അതാരാണ്? അച്ഛന്റെ ഓഫീസിലെ പ്യൂണിന്റെ പേരാ. അതെ അതെ. അപ്പൊ കല്യാണം നമ്മൾ തീരുമാനിക്കുന്നു. ഈ മാസം തന്നെ നടത്തണം. ഇനി നീട്ടിക്കൊണ്ടുപോകാം. ജനാർദ്ദന, ഈ സുഖുവിന്റെ അച്ഛൻ ശർമ്മയുടെ കല്യാണം തീരുമാനിക്കാൻ വന്നതാ. നമസ്കാരം. നമസ്കാരം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് തീയതി നിശ്ചയിച്ചിട്ട് അറിയിക്കാം. എന്താ ധൃതി? അല്പം ധൃതിയുണ്ട്. നാട്ടിൽ പോയിട്ട് ഓഫീസിൽ ചില കാര്യങ്ങളുണ്ട്. ശരി. അപ്പൊ ഞാൻ വരട്ടെ. എടോ പ്രൊഫസറെ, എന്തോ? തനിക്ക് മുനിസിപ്പൽ ചെയർമാനായ ജോലി കിട്ടിയതെന്നാ? ജനാർദ്ദന, അദ്ദേഹത്തോട് മര്യാദയ്ക്ക് സംസാരിക്കും. മര്യാദയോ? ഇവനോട്? ഇവന്റെ ശരിയായ രൂപം ഞാൻ കാണിച്ചു തരാം. ഇവനാണ് പ്രൊഫസർ മാളവിയ. റോഡിലുള്ള കൈനോക്ക് കളിക്കുന്ന തെണ്ടി. നീ ആരോടാണ് കളിച്ചതെന്നറിയാമോ? അടിച്ചത് കൈ കയറി പിടിച്ചോളെ. എന്നെ ഒന്നും ചെയ്യരുത്. ജീവിക്കാൻ വേണ്ടി പല ജോലി ഞാൻ നോക്കി. അവസാനം പട്ടിണിയായി. അപ്പോഴാണ് സാറ് വന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. 100 രൂപയും തന്നു. കേട്ടില്ലേ കഥ? ഇറങ്ങി പോടാ ഇവിടുന്ന്. നിന്നെ ഇനി നാട്ടിൽ കണ്ടുപോരുത്. ഇത് വെച്ചോ. കണ്ടില്ലേ മരുമകന്റെ കുഴലങ്ങൾ? ഈ മീശ ആരുടെയെങ്കിലും മുഖത്തൊട്ടിച്ചിട്ട് മരുമകന്റെ അച്ഛനായി അഭിനയിക്കാൻ പറ. യോഗ്യനായി ജയിലിൽ നടക്കുന്നു. നിൽക്കവിടെ. നിന്നെ കുറിച്ച് എനിക്ക് വളരെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. നീ ഒരു ജെന്റിൽമാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അച്ഛനെ വിളിച്ചുകൊണ്ടുവരാൻ കഴിയില്ലായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറയാമായിരുന്നു. അതായിരുന്നു ആണത്വം. പക്ഷെ ഇത്ര വില കുറഞ്ഞ രീതിയിൽ നീ പെരുമാറുമെന്ന് ഞാൻ വിചാരിച്ചു. മിണ്ടരുത്. ഇന്ന് നീ എന്നെ ചതിക്കാൻ ശ്രമിച്ചു. നാളെ നീ എന്റെ മകളെ ചതിക്കും. സോ യു ക്യാൻ ഗോ. ബട്ട് വൺ തിങ്, ഇനി ഈ പടി കൂടെ കയറിപ്പോരും.
എന്തിനാ നിനക്ക് 1000 രൂപ? അതൊന്നും നീ പറയണ്ട, പരമരഹസ്യമാണ്. കുഴഞ്ഞല്ലോ, എന്റെ ഒറ്റ പൈസയില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റൂല, എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചേ പറ്റൂ. വിഷമിക്കണ്ട, നമുക്ക് സംഘടിപ്പിക്കാം. വാ. വളരെ അത്യാവശ്യമാണ്. എന്റെ കയ്യിൽ പണമില്ലല്ലോ. ഇത് കൊണ്ടുപോയി കാര്യം സാധിക്കും. ഒന്ന് നിന്നേ. പ്രേമം മൂത്ത് ഇവിടം വരെയായല്ലേ? കൊള്ളാവല്ലോ. നിനക്ക് പണവും മറ്റോ വേണമെങ്കിൽ കമ്പനി നിന്ന് വാങ്ങിക്കൂ. എന്തിനാ സുന്ദരമായി കയ്യിൽ കിടക്കുന്ന വളകളെല്ലാം ഒരു കൊടുക്കുന്നു? ഇത് എതുവരെ എത്തുമെന്ന് നോക്കാം. ഇവരുടെ പ്രേമം തകർത്ത് നടക്കുന്നുണ്ടല്ലോ. ഞാനും അറിയുന്നുണ്ട്. ആ ഡ്രൈവറെ ഇരിക്കാൻ പറ്റില്ല. അവനെ പറഞ്ഞേച്ചേ. ഇപ്പൊ നടന്ന സംഭവം എന്താണെന്നറിയോ? വന്നേ. ഇതേ മാർഗമുള്ളൂ. താങ്ക് യു കുമാർ, ഞാൻ വരട്ടെ. കുമാർ, സാർ, ഈ സ്ഥലം പ്രേമിക്കാനുള്ളതല്ല. അതിന് വല്ല പാർക്കും അന്വേഷിച്ചു കൊള്ളണം. കാമുകന്മാരെ ഇവിടെ ആവശ്യമില്ല. തനിക്ക് പോകാം. ശമ്പള ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് വായിച്ചോളൂ. യു ക്യാൻ ഗോ. എന്റെ പ്രേമിന്റെ ഡ്രസ് എല്ലാം ഞാൻ തേച്ചോളാം. പോ. ശരി. അയ്യോ മോളെ, അയ്യോ എന്ത് പറ്റി? വേഗം ഡോക്ടറെ വിളിക്ക്. ശരി കൊച്ചു മോളെ, എന്റെ പൊന്നു മോളെ, എന്ത് പറ്റി? താനും വന്നോ? ഇനി ഒരാൾ കൂടി വരാനുണ്ട്. സാരമില്ല, ഷോക്ക് അടിച്ചതല്ലേ, അല്പനേരം കഴിയുമ്പോ ശരിയാകും. സ്വപ്നെ, സ്വപ്നെ, സ്വപ്നെ. സ്വപ്നെ, ഞാൻ നിന്റെ പ്രേമാണ്. സ്വപ്നെ, സ്വപ്നെ, ഞാൻ പറയുന്ന കേൾക്ക് സ്വപ്നെ. സ്വപ്നെ, അമ്മേ, എന്റെ മുറിയിൽ ആരാ? ആരാ മോളെ? ആഹാ, പ്രേമായിരുന്നു. നിന്റെ പ്രേമല്ലേ മോളെ? പ്രേമോ?
എന്റെ പ്രേം മരിച്ചുപോയി. മോളെ, മോളെ, പ്രേം, എന്റെ മോക്ക് സുഖമായി. മോളെ, പ്രേം, എന്റെ മോക്ക് സുഖമായി. പ്രേം, മോളെ. ഹലോ, ഡോക്ടർ അല്ലേ? ആ, അതെ, ഞാനാണ്. സ്വപ്നയ്ക്ക് സുഖമായി ഡോക്ടർ. അത് പറയാനാണ് വിളിച്ചത്. ആ, അതെ. ശരി ശരി. അമ്മേ, ഹലോ, DSPയുടെ വീടല്ലേ? മിസ്സസ് ആണോ? ആ, ഞാനാണ്. സ്വപ്നയ്ക്ക് സുഖമായി. ആ, അവളെല്ലാം തിരിച്ചറിയാൻ തുടങ്ങി. അതേന്നേ, അത് പറയാനാ വിളിച്ചത്. ആ, ശരി ശരി. ആ ആ അമ്മേ, അമ്മേ, ഹലോ, മിസ്സസ് മേനോനല്ലേ? ആ, ഞാനാണ്. പൊന്നമ്മയാണ്. സ്വപ്നയ്ക്ക് സുഖമായി. അതെന്നെ, അവൾ എന്റെ അടുത്ത് തന്നെയുണ്ട്. ആ, അതെ. എന്റെ പ്രാർത്ഥനയില്ല. എപ്പോഴാ? ഇപ്പോഴോ? ഇപ്പൊ വരുമോ? ആ, ശരി, വേഗം വരും. ആ, ഇപ്പോഴാണ് എനിക്ക് സമാധാനം വീണ്ടു കിട്ടിയത്. ഇങ്ങോട്ട് വരുന്നോ? ആ, അവിടെ ഇവിടെ തന്നെയുണ്ട്. ശരി ശരി. പ്രേം എവിടെ? ആരാമ്മേ പ്രേം? ഇവിടെ നിന്നിരുന്നില്ലേ? നിനക്കറിയാമോ മോളെ, ഞാൻ എത്ര വേദനിച്ചിരുന്നു. പ്രേം വലിയവനാണ്. നിനക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലേ? പ്രേം, അദ്ദേഹം പോയി അമ്മേ. പോയോ? നിനക്ക് വിളിക്കാമായിരുന്നില്ലേ? ഞാൻ എന്താ മോളെ? കുമാര, എന്തോ? നീ പ്രേം എങ്ങോട്ടാ പോയിന്ന് നോക്കി. ശരി. അമ്മേ, എനിക്ക് പ്രേമിനെ കാണണം. അദ്ദേഹത്തോട് മാപ്പ് പറയണം. വരും മോളെ, പ്രേം തീർച്ചയായും വരും. എന്താ ലേഖ വിശേഷം? ആകെ കൊഴിഞ്ഞ പെണ്ണിന്റെ ഭ്രാന്ത് മാറി. അവനോ? പോയി എവിടെയാണെന്ന് അറിയില്ല. രക്ഷപ്പെട്ടു. പക്ഷേ അവളവനെ തേടി നടക്കുക. കണ്ടുമുട്ടി അവൾ വിടില്ല. ഓഹോ, അപ്പൊ ഇനി ഒഴുക്കിനെതിരെ നീന്തിയേ പറ്റൂ. പ്രേമിനെ കണ്ടോ? ഇല്ല, അവിടെ വന്നില്ലെന്ന് പറഞ്ഞു. അമ്മേ, ഇന്നെവിടെ പോയിരിക്കും? അവസാനം താനും വന്നെത്തി.
എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്ന ഞാൻ ആലോചിക്കുന്നത്. വക്കീൽ സാറ് ഞങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കി തരണം. ഫീസ് എത്രയായാലും പ്രശ്നമല്ല. അതെ, കക്ഷിയല്ല സമയത്തോടാണോ എല്ലാം. സമ്മതിപ്പിക്കണം. അത് കുറ്റമല്ലേ? അതൊന്നും നിങ്ങൾ അറിയണ്ട. ഞങ്ങൾ പറയുന്നതിനനുസരിച്ചാണ്. ഹലോ ഹലോ സർ. ആ അതെ, ഞാൻ പോളാണ് സംസാരിക്കുന്നത്. ആരെ? വേണം. ഓക്കെ. ഇപ്പോൾ ഒരുത്തിയാണ് എല്ലാത്തിനും കാരണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? സുഖുവിനെ പ്രേമനെ കണ്ടുപിടിക്കണം. എന്ന് ആരെങ്കിലും വേഗം വയ്ക്കും. ആരെങ്കിലും അയച്ചിട്ട് കാര്യമില്ല. നീ പോയി അവരാ പാർക്കിലുണ്ടോന്നോ? ഞാൻ ആ മുഹമ്മദിന്റെ വീട്ടിൽ അന്വേഷിക്കാം. പ്രേം, എന്റെ കുഞ്ഞുങ്ങളെ ജനാർദ്ദനും രാജശേഖരനും കൂടി പിടിച്ചോണ്ട് പോയി. അത് കൊള്ളാം. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. പ്രേം, പ്രേം, എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. പോയി പോലീസിൽ പരാതിപ്പെടണം. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളല്ലേ, അവരുടെ ഭാവിയെ ബാധിക്കില്ലേ? ഞങ്ങളിപ്പോ എന്താ ചെയ്യാ? പ്രേം, എന്റെ കുഞ്ഞിനൊരു ജീവിതം കൊടുത്തവനാണ് നിങ്ങൾ. അവസാന നിമിഷത്തിൽ നിങ്ങൾ അവളെ മറക്കരുത്. അല്ല, ഈ പെണ്ണുങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ മൂന്നാൾ എന്താ ആലോചിക്കണത്? നിങ്ങൾക്ക് മനസ്സാക്ഷി ഒന്നുമില്ലേ? നിങ്ങൾ കഴിയുന്നു ഇവരാരും വേണ്ട. നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഞാനൊരു ഐഡിയ പറയാം. എന്താ? മോളെ, അവിടെ രണ്ടുപേരെ പിടിച്ചോളൂ. വെരി ഗുഡ്. രണ്ടുപേരെയും വിളിക്കുന്നില്ല. നീ വയ്ക്ക. നിങ്ങൾ രണ്ടുപേരും ഇതിലൊന്ന് സൈൻ ചെയ്യണം. ചിരിക്കുന്നു. ഒപ്പിടാൻ നിങ്ങൾ ഒപ്പിടിക്കണം. ഒപ്പിട്ട് തരണം.
ഇതാണ് നിങ്ങളുടെ മക്കൾ. മറുപടി പറഞ്ഞിട്ട് പോ. Thank you.